കുലശേഖര നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ പരാതികളുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് വന്ന കമ്മിറ്റിയും രണ്ടും തമ്മിൽ ഞങ്ങൾ വറഞ്ഞട്ടി നീയാടി എരുതിയിലോട്ട് വീണ അവസ്ഥയാണ്. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും. CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെയല്ല ഈ പ്രതിഷേധം. ആ പാർട്ടിയിലെ ചില നേതാക്കളുടെ നടപടിക്കെതിരെയാണ് ജനങ്ങൾ രംഗത്തെത്തിയത്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി കീഴിലെ 5 ലോക്കൽ കമ്മിറ്റിയിലെ പ്രവർത്തകരാണ് പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കരുനാഗപ്പള്ളി ഏരിയ പരിധിയിലെ 6 ലോക്കൽ സമ്മേളനങ്ങളിലാണ് തർക്കവും കയ്യാങ്കളിയും ഉണ്ടായത്. ലോക്കൽ സെക്രട്ടറിമാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഏകപക്ഷീയമായി തിരഞ്ഞെടുത്തു എന്നാണ് വിമതരുടെ ആരോപണം. കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരുപാട് പരാതികൾ ഓരോ സമ്മേളനങ്ങൾ നടക്കുമ്പോഴും അവിടെ നടക്കുന്ന അനീതികൾ ഞങ്ങൾ വളരെ ശക്തമായ രീതിയിൽ പാർട്ടി ഘടകങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എന്നുള്ളതിന് നാളിതുവരെ ഉചിതമായ ഒരു നടപടി അവർ സ്വീകരിച്ചിട്ടില്ല. കരുനാഗപ്പള്ളി പുള്ളിമാൻ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഏരിയ കമ്മിറ്റി ഓഫീസിന് 50 മീറ്റർ അകലെ വെച്ച് പോലീസ് തടഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കം ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നെങ്കിലും പ്രതിഷേധക്കാരോട് സംസാരിക്കാനോ അവരെ കമ്മിറ്റി ഓഫീസിലേക്ക് കയറ്റാനോ തയ്യാറായില്ല. ഇതോടെ പ്രതിഷേധക്കാർ റോഡിൽ കുത്തിയിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച പ്ലക്കാർഡുകളും എന്തിയായിരുന്നു പ്രതിഷേധം. സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകാനും വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുവാനും തീരുമാനിച്ചാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവർക്കെതിരെ കരുനാഗപ്പള്ളിയിൽ സേവ് CPM എന്ന പേരിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതേസമയം കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയിൽ CPM ജില്ലാ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. പാർട്ടി സംസ്ഥാന സമ്മേളനം ജില്ലയിൽ നടക്കാനിരിക്കെ ഉണ്ടായ വിഭാഗീയ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നു എന്നാണ് ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും. വരുന്ന തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലാണ് CPMന്റെ കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനം നടക്കുന്നത്. ഈ സമയത്ത് സമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ പരസ്യ പ്രതിഷേധം നടത്തിയ പ്രവർത്തകർക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ല. കാരണം സംസ്ഥാന സമ്മേളനം കൊല്ലം ജില്ലയിലാണ്. അതിനുശേഷമാകും നടപടി ഉണ്ടാവുക. ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.